ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് പറയുന്നത് ലീനിയർ മെത്തേഡ് ഫോർ ക്ലാസിഫിക്കേഷൻ ആണ്. ഇനി നമുക്ക് കവർ ചെയ്യാനുള്ള ടോപ്പിക്സ് ലോജിസ്റ്റിക് റിഗ്രഷൻ, നേവി ബേസും അതുപോലെ ID3 ഡിസിഷൻ ട്രീ അൽഗോരിതം ആണ് നമുക്കിനി കവർ ചെയ്യാനുള്ളത്. അപ്പം അത് പറയുന്നതിന് മുമ്പായിട്ട് ഇവരൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് നേവി ബേസ്, ലോജിസ്റ്റിക് റിഗ്രഷൻ ഒക്കെ നമ്മുടെ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലീനിയർ മെത്തേഡ്സ് ആണ് നേവി ബേസും ലോജിസ്റ്റിക് റിഗ്രഷനും. ഓക്കെ, അപ്പം linear method for classification are the fundamental techniques in machine learning. Here is an overview of the main linear classification. അപ്പം ബേസിക് ആയിട്ടുള്ള കുറച്ച് ലീനിയർ ക്ലാസിഫിക്കേഷൻസ് എന്താണെന്നാണ് മെൻഷൻ ചെയ്യുന്നത്. ഇൻ ഡെപ്ത് നമുക്ക് പഠിക്കാനുള്ളത് ലോജിസ്റ്റിക് റിഗ്രഷനും നേവി ബേസും ആണ്. പിന്നെ പെർസെപ്ട്രോൺ ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ മുന്നോട്ട് വരുന്ന ചാപ്റ്ററുകളുണ്ട്. മൊഡ്യൂൾ 4 ിലൊക്കെ മൊഡ്യൂൾ 3 മൊഡ്യൂൾ 4 നമ്മളത് കൂടുതലും കവർ ചെയ്യുന്നത്. ന്യൂറൽ നെറ്റ്വർക്ക്സ് ഒക്കെ പഠിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ പെർസെപ്ട്രോണിലേക്ക് കടക്കുക. ഇപ്പൊ നമുക്ക് ലീനിയർ മെത്തേഡ്സ് ഫോർ ക്ലാസിഫിക്കേഷൻ നമുക്ക് ഇപ്പൊ ഫോക്കസ് ചെയ്യേണ്ടത് ഫസ്റ്റ് വൺ ലോജിസ്റ്റിക് റിഗ്രഷനും സെക്കൻഡ് വൺ നേവി ബേസും ആണ്. സോ നമുക്ക് നോക്കാം എന്താണ് ലോജിസ്റ്റിക് റിഗ്രഷൻ. ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയുന്നത് ഒരു ബൈനറി ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് ബൈനറി ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. യൂഷ്വലി നമുക്ക് കുറെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡേറ്റാസ് വരുന്നുണ്ട്. ഈ ഡേറ്റാസ് വരുന്നതിൽ നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് വെച്ച് നമുക്ക് അവിടെ ക്ലാസിഫൈ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ അതിന് ലീനിയർ റിഗ്രഷൻ പോരാതെ വരും. അങ്ങനെയുള്ള കേസിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതാണ് ലോജിസ്റ്റിക് റിഗ്രഷൻ. ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന പേരാണെങ്കിലും അവിടെ നടക്കുന്നത് ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ നമുക്ക് ലോജിസ്റ്റിക് റിഗ്രഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇൻ ഡെപ്ത് ഡീറ്റെയിൽസ് ഞാൻ പറയാം. അത് കഴിഞ്ഞ് നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷൻ യൂസ് ചെയ്യുന്നത് ലോജിസ്റ്റിക് ഫംഗ്ഷൻ ആണ് ലോജിസ്റ്റിക് റിഗ്രഷനിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പെർസെപ്ട്രോൺ ആണ്. അനദർ ലീനിയർ മെത്തേഡ് ആണ് പെർസെപ്ട്രോൺ എന്ന് പറയുന്നത്. അതായത് ന്യൂറൽ നെറ്റ്വർക്കിൽ ഹിഡൻ ലെയേഴ്സ് ഇല്ലാത്ത ഇൻപുട്ട് ലെയറും ഔട്ട്പുട്ട് ലെയറും മാത്രമേ കാണുള്ളൂ. ഇന്റർമീഡിയറ്റ് ആയിട്ട് ലെയേഴ്സ് ഒന്നും ഇല്ലാത്ത നെറ്റ്വർക്കിനെ, ന്യൂറൽ നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരാണ് പെർസെപ്ട്രോൺ. ഇത് വെയിറ്റ് ബേസ്ഡ് ആണ്. അതായത് ഒരു എഡ്ജിൽ നിന്നും ഒരു നോഡിൽ നിന്നും മറ്റൊരു നോഡിലേക്കും ഓരോ വെയിറ്റ് ഉണ്ടായിരിക്കും. അതൊക്കെ എന്താണെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സപ്പോർട്ട് വെക്റ്റർ മെഷീൻ ആണ്. അതായത് ഹൈപ്പർപ്ലെയിൻസിനെ ഫൈൻഡ്സ് ദ ഹൈപ്പർപ്ലെയിൻ ദാറ്റ് മാക്സിമൈസ് ദ മാർജിൻ ബിറ്റ്വീൻ ക്ലാസസ്. രണ്ട് ക്ലാസുകൾ തമ്മിലുള്ള മാർജിനെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് SVM. അതിന് വേണമെങ്കിൽ ഓക്കെ, ഞാൻ പറഞ്ഞു നിർത്തിയത് സപ്പോർട്ട് വെക്റ്റർ മെഷീന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ സപ്പോർട്ട് വെക്റ്റർ മെഷീൻ ഫൈൻഡ്സ് ദ ഹൈപ്പർപ്ലെയിൻ ദാറ്റ് മാക്സിമൈസ് ദ മാർജിൻ ബിറ്റ്വീൻ ക്ലാസസ്. അതുപോലെ തന്നെ അത് തന്നെ നമുക്ക് നോൺ ലീനിയർ ക്ലാസിഫിക്കേഷനിലേക്കും വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. നെക്സ്റ്റ് വൺ വരുന്നതാണ് നേവി ബേസ് എന്ന് പറയുന്നത്. നേവി ബേസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പ്രോബബിലിസ്റ്റിക് ആയിട്ടുള്ള ക്ലാസിഫയർ ആണ്. ബേസ് തിയറം ആണ് അതിന്റെ എന്താ പറയുക, ഒരു അടിത്തറ എന്ന് പറയുന്നത് ബേസ് തിയറം ആണ്. നമ്മൾ അസംഷൻസ് മേക്ക് ചെയ്യുവാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത വരുന്നത് നോൺ ലീനിയർ മെത്തേഡ് ആണ്. നമുക്ക് ഈ മൊഡ്യൂൾ 2 കവർ ചെയ്യാനുള്ള ഒരു ടോപ്പിക്കാണ് ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത്. പക്ഷെ അത് വരുന്നത് നോൺ ലീനിയർ മെത്തേഡ് ആണ്. അപ്പൊ ലീനിയർ മെത്തേഡ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന്, ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് വൺ ലോജിസ്റ്റിക് റിഗ്രഷൻ ആൻഡ് സെക്കൻഡ് വൺ നേവി ബേസ്. അതുപോലെ നോൺ ലീനിയറിനകത്ത് എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ളത് ഡിസിഷൻ ട്രീസ് ആണ്. അതായത് നമ്മുടെ ബേസിക്കലി ഒരു ട്രീ ആണ്. റൂട്ട് നോഡ് കാണും, ചൈൽഡ് കാണും. പിന്നെ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ നോഡും സ്പ്ലിറ്റ് ബേസ്ഡ് ഓൺ ഫീച്ചേഴ്സ് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് പോവാണ്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ലീനിയർ മെത്തേഡ്സ് ഫോർ റിഗ്രഷൻ എന്ന് പറയുന്നത്.